നമുക്ക് ഇത്രയും കുട്ടികളല്ല ഉള്ളത്, ഇനിയും കുട്ടികളുണ്ട്. എല്ലാ കുട്ടികളും കാറ്റീസം ക്ലാസ്സിൽ വരണം. എല്ലാ ഞായറാഴ്ച ഇതുപോലെ നമുക്ക് അസംബ്ലി ഉണ്ടായിരിക്കും. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ടീച്ചർമാരെ തന്നിട്ടുണ്ട്. അവർ പഠിപ്പിക്കുന്ന പാഠങ്ങൾ അധ്യാപകരെ ബഹുമാനത്തോടെ നിങ്ങൾ പഠിക്കുക. എല്ലാ സമയത്തും കൃത്യസമയത്ത് തന്നെ പള്ളിയിൽ വരിക, മുന്നിൽ വന്നിരിക്കുക, പ്രാർത്ഥനകൾ ഏറ്റു ചൊല്ലുക, വചനം ശ്രവിക്കുക, വചനം പഠിക്കുക. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ആക്റ്റീവായിട്ട് പങ്കെടുക്കുക. അധ്യാപകർ തരുന്ന നിർദ്ദേശങ്ങൾ, മാതാപിതാക്കൾ തരുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് നല്ല മക്കളായിട്ട് വിശുദ്ധിയിൽ വളരുക. നമ്മൾ സന്ദേശത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ മുതൽക്കൂട്ടായിരിക്കും നമ്മുടെ കാറ്റീസം പഠനം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും സന്തോഷത്തോടുകൂടെ ഈശോയിൽ കൂടുതൽ വിശ്വാസത്തോടുകൂടെ വളരുവാനായിട്ട് നിങ്ങൾ ഈ ഒരു കാറ്റീസം പഠനം നിങ്ങൾ ക്ലാസ്സുകളിൽ വരണം, മുടങ്ങാതെ വരണം. എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് വരണം. ക്ലാസ്സുകളിലൊക്കെ ഞാൻ വരും, നോക്കും, ചോദ്യങ്ങളൊക്കെ ചോദിക്കും. നിങ്ങളെ പഠനത്തെ ആസ്പദമാക്കി അതിലെല്ലാവരും നിങ്ങൾ മറുപടിയൊക്കെ പറയണം. നിങ്ങൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഒരുങ്ങി പഠിച്ചൊക്കെ വേണം ക്ലാസ്സിൽ വരാൻ. ഇതൊരിക്കലും മാറ്റി വെക്കരുത്. അപ്പൊ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഭാവങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും നേരിടും.